In this video, we are going to discuss about the computation of cost of redeemable debt. Redeemable debt means the debt which we need to repay after the maturity period. അതായത് ഒരു സ്പെസിഫിക് പീരീഡ് പറയും, അതിനുശേഷം നമ്മൾ ഈ ബോറോ ചെയ്ത ഈ പ്രിൻസിപ്പൽ എമൗണ്ട് റീപേ ചെയ്യണം. അങ്ങനെയുള്ള ഡെറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെഡീമബിൾ ഡെറ്റ്. റെഡീമബിൾ മീൻസ് റീപേയബിൾ. അത് റീപേ ചെയ്യുന്ന ഡെറ്റിനെയാണ് റെഡീമബിൾ ഡെറ്റ്. അത് പ്രിൻസിപ്പൽ എമൗണ്ട് ചിലപ്പോൾ നമ്മൾ പ്രീമിയം കൂടെ ചേർത്തൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഡിസ്കൗണ്ടിനൊക്കെ ആയിരിക്കും ഇത് റീപേ ചെയ്യേണ്ടി വരുന്നത്. നമുക്ക് ഫണ്ടിന് ആവശ്യം വരുമ്പോൾ വി വിൽ പ്രൊക്യൂർ ദി ഫണ്ട്. പിന്നീട് ഒരു പെർട്ടിക്കുലർ ഇയർ കഴിയുമ്പോൾ ഇതിനെ എന്ത് ചെയ്യണം? റീപേ ചെയ്യണം. അങ്ങനെയുള്ള ഡെറ്റുകളെയാണ് റെഡീമബിൾ ഡെറ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇറെഡീമബിൾ ഡെറ്റിൻ്റെ കോസ്റ്റ് കാൽക്കുലേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇറെഡീമബിൾ ഡെറ്റിനകത്ത് എവിടെയും മെൻഷൻ ചെയ്യില്ല ഇത് എന്ന് റീപേ ചെയ്യണമെന്ന്. അതിനകത്ത് ഒരു കാര്യം മാത്രമേ മെൻഷൻ ചെയ്യുള്ളൂ, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്. അത് റെഗുലറായിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്തണം. അല്ലാതെ ഈ ഫണ്ട് റീപേ ചെയ്യുന്നതിനെക്കുറിച്ച്, അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് റീപേനെ കുറിച്ചൊന്നും ഇറെഡീമബിൾ ഡെറ്റിൽ അതിൻ്റെ അഗ്രിമെൻറ്റിൽ പറയാറില്ല. ഓക്കെ, സോ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഫോർമുല ഉണ്ട്. കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെറ്റ്. റെഡീമബിൾ ഡെറ്റിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലയാണ് സംവാട്ട് സിമിലർ ടു കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഇറെഡീമബിൾ ഡെറ്റ്. ചെറിയ മാറ്റങ്ങളുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, സോ KD ഈക്വൽസ് I പ്ലസ് RV മൈനസ് NP ഡിവൈഡഡ് ബൈ N ദ ഹോൾ ഡിവൈഡഡ് ബൈ RV plus NP divided by 2 into 1 minus T. T എന്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? അതായത് ടാക്സ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം ഇതൊരു ഡെറ്റാണ്. ഡെറ്റിന് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഇൻട്രസ്റ്റ് ഒരു ടാക്സ് ഡിഡക്റ്റബിൾ ഐറ്റം ആണ്. ഐറ്റം ആയതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന അത്ര ഇൻട്രസ്റ്റ് നമ്മൾ ബെയറേണ്ടി വരില്ല. അപ്പോൾ അതിൻ്റെ എത്രമാത്രം ഇൻട്രസ്റ്റ് നെറ്റ് ഇഫക്റ്റ്, ഇൻട്രസ്റ്റിൻ്റെ നെറ്റ് എമൗണ്ട് എത്ര ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടാക്സിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ വേരിയബിളും എന്തൊക്കെയാണെന്ന് നോക്കാം. KD അത് നിങ്ങൾക്കറിയാം, കോസ്റ്റ് ഓഫ് ഡെറ്റ്. ദെൻ I കഴിഞ്ഞ നമ്മുടെ കോസ്റ്റ് ഓഫ് ഇറെഡീമബിൾ ഡെറ്റിലെ പോലെ തന്നെ I റെപ്രസെൻറ്റ്സ് ആനുവൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്. ദെൻ RV എന്ന് പറഞ്ഞൊരു ന്യൂ ടേമാണ് കഴിഞ്ഞ പ്രോബ്ലത്തിൽ, അതായത് കോസ്റ്റ് ഓഫ് ഇറെഡീമബിൾ ഡെറ്റ് കാൽക്കുലേഷനിൽ വരാത്തൊരു വേരിയബിളാണ് RV എന്ന് പറഞ്ഞാൽ റെഡീമബിൾ വാല്യൂ. അതായത് നമ്മൾ ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഇത് റീപേ ചെയ്യണമെന്ന് പറയുന്നല്ലോ. അപ്പോൾ റീപേ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര രൂപയാണ് പേ ഓഫ് ചെയ്യേണ്ടത്, അതാണ് റെഡീമബിൾ വാല്യൂ എന്ന് പറയുന്നത്. അതായത് 1 lakh rupees നമ്മൾ റേസ് ചെയ്തെന്ന് വെച്ചോ ബിഗിനിങ്ങിൽ. അതായത് എന്നിട്ട് ഇത് 5 yearsന് ശേഷം നമ്മൾ റീപേ ചെയ്യണം. റീപേ ചെയ്യുമ്പോൾ നമ്മളിത് 10% പ്രീമിയത്തിനാണ് റീപേ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും? റെഡീമബിൾ വാല്യൂ 1 lakh പ്ലസ് 10% ഓഫ് 1 lakh. ആ എമൗണ്ട് ആയിരിക്കും നിങ്ങൾ റീപേ ചെയ്യേണ്ടി വരുന്നത്. നേരെ മറിച്ച് ഇത് പാർ വാല്യൂവിന് തന്നെയാണ് റെഡീം ചെയ്യുന്നതെങ്കിലോ 1 lakh rupee റേസ് ചെയ്തു, റെഡീമബിൾ വാല്യൂ അറ്റ് ദി എൻഡ് ഓഫ് 5th year വി ആർ ഗോയിങ് ടു പേ ദി പാർ വാല്യൂ ഉള്ളൂ. ഇപ്പോൾ 1 lakh തന്നെ തിരിച്ചു കൊടുക്കണം. അപ്പോൾ അതിനെയാണ് റെഡീമബിൾ വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ എത്രയാണ് മെച്യൂരിറ്റി പീരീഡിൽ തിരികെ കൊടുക്കുന്ന എമൗണ്ടിനെയാണ് റെഡീമബിൾ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് നെറ്റ് പ്രൊസീഡ്സ്, അതായത് NP എന്ന് പറയുന്നത് നമ്മൾ കോസ്റ്റ് ഓഫ് ഇറെഡീമബിൾ ഡെറ്റ് കാൽക്കുലേഷനിൽ കണ്ട സെയിം കാര്യം തന്നെയാണ് NP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. NP മീൻസ് നമ്മൾ ഈ ഫണ്ട് ആവശ്യമായി വരുമ്പോഴത്തേക്കും ഡെറ്റ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂ ചെയ്ത് ഫണ്ട് റേസ് ചെയ്യുമല്ലോ. അപ്പം നമ്മൾ എത്ര രൂപ റേസ് ചെയ്തു, അതാണ് NP ചെയ്യുമ്പോൾ ഓർക്കേണ്ട കാര്യം, അത് പാർ വാല്യൂവിനാണെങ്കിൽ NP വിൽ ബി പാർ വാല്യൂ. ചിലപ്പോൾ അതിൻ്റെ കൂടെ എന്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും? കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഇത് പ്രീമിയത്തിനാണെന്നുണ്ടെങ്കിൽ പാർ വാല്യൂയിൽ നിന്ന് പ്രീമിയം അഡ്ജസ്റ്റ് ചെയ്യണം. പ്രീമിയം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഡിസ്കൗണ്ടിനാണെന്നുണ്ടെങ്കിലും ഈ സെയിം പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യണം. ഈ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം നടത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് ഫൈനൽ NP വാല്യൂ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ NP കാൽക്കുലേഷനിൽ ശ്രദ്ധിക്കണം. NP കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്തേക്കും നമുക്ക് എത്ര രൂപ നമ്മുടെ കയ്യിൽ കിട്ടി, അതായത് ഈ ഡെറ്റ് ഇഷ്യൂ ചെയ്യുന്നത് വഴി നമ്മുടെ കയ്യിൽ എത്ര രൂപ റിസീവ് ചെയ്തു എന്നാണ് NPയിൽ എഴുതേണ്ടത്. NP എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മൾ അങ്ങനെയാണ് കണക്കാക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് T മീൻസ് ടാക്സ് റേറ്റ്, ആൻഡ് ടാക്സ് റേറ്റ് ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ ഡെസിമൽ. പിന്നീട് N, ഇതൊരു ന്യൂ വേരിയബിളാണ്. N എന്ന് പറയുന്നത് നമ്മളുടെ മെച്യൂരിറ്റി പീരീഡ് എന്നാണ്. 8 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ 8 years വിൽ ബി ദി നമ്പർ ഓഫ് ഇയേഴ്സ്, അതായത് N 8 years ആയിരിക്കും. 5 years കഴിഞ്ഞാണ് നമ്മളിത് റീപേ ചെയ്യാൻ പോകുന്നതെങ്കിൽ 5 വിൽ ബി N. അപ്പോൾ അത് ഓർത്തോണം. ഓക്കെ, N മീൻസ് നമ്പർ ഓഫ് ഇയേഴ്സ്. ഇത് മെച്യൂരിറ്റി പീരീഡ് എന്നാണ് എൻഡ് ചെയ്യുന്നത്, അതാണ് N കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് കോസ്റ്റ് ഓഫ്
redeemable debt ന്റെ ഫോർമുല. KD equals I plus RV minus NP divided by N, the whole divided by RV plus NP divided by 2 into 1 minus T. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. എക്സാമ്പിൾ പറയുന്നത് A company issues rupees 2,50,000 12% debentures to be redeemed after the expiry of 8 years. അതായത് നമ്മൾ 2,50,000 റുപ്പീസിൻ്റെ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന പാറിനെന്നോ പ്രീമിയത്തിനെന്നോ ഒന്നും പറയുന്നില്ല, പ്രീമിയത്തിനോ ഡിസ്കൗണ്ടിനോ ഒന്നും പറയുന്നില്ല. ദാറ്റ് മീൻസ് പാർ വാല്യൂ 2,50,000 എന്ന് പറയുന്ന പാർ വാല്യൂ ആണ്. പാർ വാല്യൂന് ഇഷ്യൂ ചെയ്ത് ആ എമൗണ്ട് തന്നെ ആയിരിക്കും റേസ് ചെയ്യുന്നത്. 12% ഡിബെഞ്ചേഴ്സാണ്. അതിൻ്റെ മീനിങ് എന്താ? വി നീഡ് ടു പേ 12% ഇൻട്രസ്റ്റ് പെർ ആനം. പിന്നീട് ഇത് റിഡീം ചെയ്യുമെന്ന് പറയുന്നു ആഫ്റ്റർ 8 years. അപ്പോൾ ഇതെന്ത് ടൈപ്പ് ഓഫ് ഡെറ്റ് ആണെന്ന് മനസ്സിലായി? റെഡീമബിൾ ഡെറ്റ് ആണ്. കാരണം വി നീഡ് ടു റീപേ the principal amount or principal amount plus premium whatever be at the end of 8th year. അപ്പോൾ 8th ഇയറിൽ എന്തായാലും ഈ എമൗണ്ട് റീപേ ചെയ്യണം. റീപേ ചെയ്യേണ്ടതുകൊണ്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് ഡെറ്റ് ആണെന്ന് മനസ്സിലാക്കണം. ദിസ് ഇസ് റെഡീമബിൾ ഡെറ്റ്. അപ്പോൾ റെഡീമബിൾ ഡെറ്റിൻ്റെ ഫോമിലേ നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. പിന്നീട് എന്ത് പറയുന്നത്? കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഇസ് 5%. അതായത് ഈ ഡെറ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് 5% ആണെന്ന് പറയുന്നു. അതായത് ഫ്ലോട്ടേഷൻ കോസ്റ്റാണ് കോസ്റ്റ് ഓഫ് ഇഷ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ട്. പിന്നീട് ടാക്സ് റേറ്റ് 50% എന്ന് പറയുന്നു. ആൻഡ് യു ആർ ആസ്ക്ഡ് ടു കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് ഡെറ്റ്. ഇപ്പോൾ ഇവിടെ ഏത് ഫോമിൽ അപ്ലൈ ചെയ്യണമെന്ന് മനസ്സിലാക്കി? റെഡീമബിൾ ഡെറ്റ് ആയതുകൊണ്ട് റെഡീമബിൾ ഡെറ്റിൻ്റെ ഫോമിലേ നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ക്വസ്റ്റ്യനിൽ തരണമെന്നൊന്നുമില്ല. കാൽക്കുലേറ്റ് ഓർ കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെറ്റ് എന്നും പറയണമെന്നില്ല. ഇതിൽ നിന്നും ഇത് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കിക്കോണം ഇത് റെഡീമബിൾ ഡെറ്റാണ്. അപ്പോൾ റെഡീമബിൾ ഡെറ്റിൻ്റെ കോസ്റ്റിൻ്റെ ഫോമുലയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്ന്. ഓക്കെ. ഫോമുല നോക്കുക. ജസ്റ്റ് ഫോമുല എന്ന് എഴുതുക. ഫോമുല ഈക്വൽസ്, അതായത് KD ഈക്വൽസ് I plus RV minus NP divided by N, the whole divided by RV plus NP divided by 2 times 1 minus T. ഓക്കെ. ഇനി ഇതിൽ ഓരോ വേരിയബിൾസിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ I എന്ന് പറയുന്നത് എന്താ? ആനുവൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്. അപ്പോൾ ഇൻട്രസ്റ്റ് എത്ര കൊടുക്കേണ്ടത്? 12% ഇൻട്രസ്റ്റ് ആണ് കൊടുക്കേണ്ടത്. ഇൻട്രസ്റ്റ് എപ്പോഴും ഏത് എമൗണ്ടിനെ കൊടുക്കാൻ പാടുള്ളൂ? പ്രിൻസിപ്പൽ എമൗണ്ടിന്. ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് മീൻസ് പാർ വാല്യൂലുള്ള എമൗണ്ട് 2,50,000 റുപ്പീസിന്. So I equals 2,50,000 into 12%. So annual interest is rupees 30,000. അപ്പോൾ I കിട്ടി. ഇനി അടുത്ത ഏത് വേരിയബിളാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? RV എത്രയാണെന്ന് നോക്കാം. RV എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞതെന്ന് റെഡീമബിൾ വാല്യൂ. അതായത് മെച്യൂരിറ്റി പീരീഡിൻ്റെ എൻഡിൽ നമ്മൾ ഈ എമൗണ്ട് തിരികെ കൊടുക്കണം. തിരികെ കൊടുക്കാൻ നേരം എത്ര രൂപയാണ് പേ ചെയ്യുന്നതെന്ന്. നമ്മൾ റേസ് ചെയ്തത് എത്ര രൂപയായിരുന്നു? നമുക്ക് ഫണ്ടിന് ആവശ്യം വന്നപ്പോൾ നമ്മൾ 2,50,000 റുപ്പീസാണ് റേസ് ചെയ്തത്. ഇതാണ് 8 വർഷങ്ങൾക്ക് ശേഷം തിരികെ കൊടുക്കേണ്ടത്. തിരികെ കൊടുക്കുന്നത് പ്രീമിയത്തിനോ ഡിസ്കൗണ്ടിനോ ഒന്നും പറയുന്നില്ലല്ലോ. ഒന്നും പറയാത്തിടത്തോളം എങ്ങനെ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം? ഇറ്റ് ഈസ് റീപെയ്ഡ് അറ്റ് പാർ വാല്യൂ ഇറ്റ്സെൽഫ്. നമ്മൾ എത്രയാണോ റേസ് ചെയ്തത് ആ പാർ വാല്യൂ തന്നെയാണ് നമ്മൾ തിരികെ കൊടുക്കുന്നതെന്ന്. സോ RV എന്ന് പറയുന്നത് എത്ര തന്നെ? 2,50,000 റുപ്പീസ്. സെയിം എമൗണ്ട് തന്നെയാണ് റീപേ ചെയ്യുന്നത്. അല്ലാണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയും റെഡീമബിൾ അറ്റ് പ്രീമിയം അല്ലെങ്കിൽ റെഡീമബിൾ അറ്റ് ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് വേണ്ടുന്ന വേരിയബിൾ NP ആണ്. ഇനി അടുത്ത വേണ്ടുന്ന വേരിയബിൾ NP നമുക്കറിയാവുന്നതാണ്. കാരണം കോസ്റ്റ് ഓഫ് ഇറെഡീമബിൾ ഡെറ്റിൽ നമ്മൾ കണ്ടു NP എങ്ങനെയാണെന്ന്. ആ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ. NP എന്ന് പറയുന്നത് നെറ്റ് പ്രൊസീഡ്സ് വിച്ച് വി ഹാവ് റിസീവ്ഡ് വൈൽ ഇഷ്യൂയിങ് ദ ഡെറ്റ്. അപ്പോൾ നമ്മൾ എത്ര രൂപ തുടക്കത്തിൽ എത്ര രൂപ നമുക്ക് കിട്ടി? 2,50,000 അല്ലായിരുന്നോ? അത് പ്രീമിയത്തിനൊന്നും അല്ലല്ലോ, ഡിസ്കൗണ്ടിനും അല്ല. ടു ബി റെഡീംഡ് 2,50,000 നമുക്ക് കിട്ടി. പക്ഷേ അതിൽ നമ്മൾ എന്ത് അഡ്ജസ്റ്റ് ചെയ്യണം? ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞുള്ള എമൗണ്ടേ നമുക്ക് റിസീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ NP എങ്ങനെ ചെയ്യും? ഇവിടെ NPക്ക് ഡിസ്കൗണ്ടും പ്രീമിയം ഒന്നുമില്ല, അതൊന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ട. പക്ഷേ എന്ത് അഡ്ജസ്റ്റ് ചെയ്യണം? കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് 2,50,000 മൈനസ് 5% ഫ്ലോട്ടേഷൻ കോസ്റ്റ് അല്ലേ? 2,50,000 5%. സോ 2,50,000 മൈനസ് 12,500. 12,500 നമ്മൾ കോസ്റ്റ് ഓഫ് ഇഷ്യൂ ആയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ നമ്മുടെ കയ്യിൽ എത്ര രൂപയെ കിട്ടുന്നുള്ളൂ? 2,37,500. അപ്പോൾ ഇതാണ് നെറ്റ് പ്രൊസീഡ്സിൻ്റെ ഫൈനൽ ഫിഗർ. ഓക്കെ. അങ്ങനെ NPയും കിട്ടി. ഇനി എന്താ വേണ്ടത്? ക്വസ്റ്റനിൽ പറയുന്നുണ്ട് ടാക്സ് റേറ്റ് 50% ആണെന്ന്. അതിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുക. 50 ഡിവൈഡ് ബൈ 100 ദാറ്റ്സ് ഈക്വൽ ടു 0.50. പിന്നീട് ഒരു വേരിയബിളും കൂടെ വേണം N. N മീൻസ് നമ്പർ ഓഫ് ഇയേഴ്സ്. ഇവിടെ മെച്യൂരിറ്റി പീരീഡ് ഏത് വർഷമാണ്?
8th ഇയറിലല്ലേ, അപ്പം 8 അതാണ് n. ഇനി ഈ വാല്യൂസ് എല്ലാം നമ്മുടെ ഫോർമുലയിലോട്ട് യൂസ് ചെയ്യാം. KD ഈക്വൽസ് I is 30,000. നമ്മൾ കണ്ടുപിടിച്ചു 30,000 ആണ്. പിന്നീട് ബ്രാക്കറ്റിൽ RV മൈനസ് NP ഡിവൈഡഡ് ബൈ N എന്നല്ലേ. RV എന്ന് പറയുന്നത് 2,50,000. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ് RV. ആൻഡ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത RV 2,50,000. ദെൻ NP 2,37,500 ഡിവൈഡഡ് ബൈ N എന്ന് പറയുന്നത് 8. ദ ഹോൾ ഡിവൈഡഡ് ബൈ അതായത് ഡിനോമിനേറ്റർ പാർട്ടിൽ വരുന്ന എന്താണ്? RV പ്ലസ് NP ഡിവൈഡഡ് ബൈ 2. RV എന്ന് പറയുന്നത് 2,50,000 പ്ലസ് NP എന്ന് പറയുന്നത് 2,37,500 ഡിവൈഡഡ് ബൈ 2 ടൈംസ് 1 മൈനസ് T. 1 മൈനസ് T എന്ന് പറയുന്നത് 1 മൈനസ് 0.50. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമുലയിൽ നമ്മൾ ഫിഗേഴ്സിനെ എല്ലാം എടുത്ത് എഴുതി. ഇനി സോൾവ് ചെയ്യുക. അപ്പോൾ ഈ പാർട്ടാണ് ന്യൂമറേറ്റർ. അതായത് I പ്ലസ് RV മൈനസ് NP ഡിവൈഡഡ് ബൈ N ആണ് ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എന്താണ്? RV പ്ലസ് NP ഡിവൈഡഡ് ബൈ 2 ആണ് ന്യൂമറേറ്റർ. ഇതിനെ സോൾവ് ചെയ്തെടുക്കുക. സോൾവ് ചെയ്യുമ്പോൾ വരുന്നത് ഇങ്ങനെയാണ്. ന്യൂമറേറ്റർ പാർട്ട് വരുന്നത് 30,000. പിന്നെ ഈ ബ്രാക്കറ്റിനകത്തുള്ളത് സോൾവ് ചെയ്യുമ്പം 2,50,000 മൈനസ് 2,37,500 എന്ന് പറയുന്നത് 12,500 എന്ന് വരും. ഡിവൈഡഡ് ബൈ 8. ഓക്കെ, ഞാൻ ഇവിടെ സ്ലാഷ് എന്ന് ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. പിന്നീട് ദ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ പാർട്ട്. ഡിനോമിനേറ്റർ പാർട്ട് എങ്ങനെയാണ് വരുന്നത്? ഇതാണ് നമ്മുടെ ഡിനോമിനേറ്റർ. 2,50,000 പ്ലസ് 2,37,500 എന്ന് പറയുന്നതാണ് 4,87,500. പിന്നെ ഇറ്റ് ഷുഡ് ബി ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ടൈംസ് 1 മൈനസ് 0.50 എന്ന് പറയുന്നത് 0.50. സോൾവ് ചെയ്യുമ്പം നമ്മുടെ ന്യൂമറേറ്റർ സോൾവ് ചെയ്യുമ്പം കിട്ടുന്നത് 31,563 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സോൾവ് ചെയ്യുമ്പം കിട്ടുന്നത് 43,750 ടൈംസ് 0.50. അപ്പോൾ ഇത് ഇത്രയും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 0.064 എന്ന്. അത് കോസ്റ്റ് ഓഫ് ഡെറ്റ്. അത് പക്ഷേ ഡെസിമലിൽ കിടക്കും. നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി കൺവേർട്ടഡ് ഇൻ ടു പെർസെൻറ്റേജ്. അതിന് വേണ്ടി we need to multiply it with 100. So 0.064 times 100 equals 6.4%. അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് എത്രയാവുന്നുള്ളൂ? 6.4% ഇൻട്രസ്റ്റ് നമ്മൾ ഇൻകർ ചെയ്യുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്? 12% ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിലും നമുക്ക് ആ ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്നത് കൊണ്ട് നെറ്റ് ഇഫക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാവുന്നുള്ളൂ? ബിസിനസ്സിൻ്റെ പോക്കറ്റിൽ നിന്നും ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് എത്രയേ പോകുന്നുള്ളൂ? 6.4% ഇൻട്രസ്റ്റ് ബിസിനസ്സിന് ഇൻകർ ചെയ്യേണ്ടി വരുന്നുള്ളൂ. ഓക്കെ, അതാണ് കോസ്റ്റ് ഓഫ് ഇറഡീമബിൾ ഡെറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വർക്കൗട്ട് ചെയ്യുക നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ട്. ഇനി 3 ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട്. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 1ൻ്റെയും ക്വസ്റ്റ്യൻ നമ്പർ 3യുടെയും വർക്കിംഗ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതാണ്. എ കമ്പനി ഇഷ്യൂസ് 10% debentures for rupees 1 lakh and realizes rupees 95,000 after allowing 5% commission to brokers. Debentures are due for maturity at the end of the 10th year. Tax bracket is 50% and you are asked to compute the cost of debt. അപ്പോൾ ഇവിടെ ഏത് ഡെറ്റാണെന്ന് മനസ്സിലാക്കണം. ഏത് ടൈപ്പ് ഓഫ് ഡെറ്റാണ്? റെഡീമബിൾ അറ്റ് ദി എൻഡ് ഓഫ് 10th ഇയർ എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് മനസ്സിലാക്കണം? ദിസ് ഈസ് റെഡീമബിൾ ഡെറ്റ്. റെഡീമബിൾ ഡെറ്റ് ആയതുകൊണ്ട് കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി റെഡീമബിൾ ഡെറ്റിൻ്റെ ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെറ്റിൻ്റെ ഫോർമുല വേണം യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഫോർമുല ഒന്ന് റിക്കളക്ട് ചെയ്യുക. എന്താണ് ഫോർമുല? KD ഈക്വൽസ് I പ്ലസ് RV മൈനസ് NP ഡിവൈഡഡ് ബൈ N ദ ഹോൾ ഡിവൈഡഡ് ബൈ RV പ്ലസ് NP ഡിവൈഡഡ് ബൈ 2 ടൈംസ് 1 മൈനസ് T. ഇതാണ് ഫോർമുല. അപ്പോൾ ഫോർമുലയിലുള്ള വേരിയബിൾസിനെ നമുക്കൊന്ന് കണ്ടെത്താം. വേരിയബിൾസ് ആദ്യമായിട്ട് വേണ്ടത് I എപ്പോഴും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്? പാർ വാല്യൂവിനെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പാടില്ല. പാർ വാല്യൂ എത്രയാണ്? ഇവർ ഇഷ്യൂ ചെയ്യുന്ന ടൈമിൽ എത്ര രൂപയാണ് ഇഷ്യൂ ചെയ്തപ്പോൾ കിട്ടിയത്? 1 lakh rupees വർത്ത് ഡിബെഞ്ചേഴ്സാണ് ഇഷ്യൂ ചെയ്യുന്നത്. കയ്യിൽ കിട്ടുന്നത് 95,000 rupees കിട്ടുന്നുള്ളൂ എന്ന് പറയുന്നു. അതായത് 1 lakh rupee പാർ വാല്യൂ ഉള്ള ഡിബെഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. പിന്നീട് പക്ഷെ നമ്മുടെ കയ്യിൽ അപ്പോൾ എത്രയേ കിട്ടുന്നുള്ളൂ? ബിസിനസ്സിന് എത്ര റേസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ? 95,000 rupees റേസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാരണം എന്താണ്? ആഫ്റ്റർ അലോവിങ് 5% കമ്മീഷൻ ടു ബ്രോക്കേഴ്സ്. ബ്രോക്കേഴ്സിന് 5% കമ്മീഷൻ
കൊടുത്തതിന് ശേഷം ബിസിനസ്സിൻ്റെ കയ്യിലോട്ട് എത്ര രൂപയെ കിട്ടുന്നുള്ളൂ? 95,000 റുപ്പീസേ കിട്ടുന്നുള്ളൂ. അതായത് ബ്രോക്കർ, അതായത് കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ ഓൾറെഡി അഡ്ജസ്റ്റഡ് ആണ്. അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞുള്ള ഫിഗറാണ് 95,000 റുപ്പീസ്. എനിവേ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ഏത് എമൗണ്ടിനാണ്? അതായത് പ്രിൻസിപ്പൽ എമൗണ്ട്. ആ പാർ വാല്യൂവിനാണ് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടത്. പാർ വാല്യൂ എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 1 lakh. സോ I ഈക്വൽസ് അത് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് 1 lakh ടൈംസ് 10%. 10% അല്ല ഇൻട്രസ്റ്റ് റേറ്റ്. അങ്ങനെ ഇൻട്രസ്റ്റ് എത്ര വരും? ആനുവൽ ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു 10,000 റുപ്പീസ്. അപ്പോൾ ഐയുടെ ഫിഗർ കിട്ടി. ഇനി അടുത്ത് ഏതാ വേണ്ടത്? RV. RV മീൻസ് റെഡീമബിൾ വാല്യൂ. അതായത് എൻഡ് ഓഫ് 10th year വി നീഡ് ടു റീപേ ദാറ്റ് എമൗണ്ട്. അപ്പോൾ റീപേ ചെയ്യേണ്ട വാല്യൂ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഡിബെഞ്ചർ 10th ഇയറിൽ റീപേ 10th ഇയർ എൻഡിൽ റീപേ ചെയ്യുന്നേ പറയുന്നുള്ളൂ. എത്ര എമൗണ്ട് എന്ന് പറയുന്നില്ല. ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏത് എമൗണ്ട് തന്നെയാണ് നമ്മൾ റീപേ ചെയ്യേണ്ടത്? നമ്മൾ റേസ് ചെയ്ത പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് പാർ വാല്യൂ തന്നെ റീപേ ചെയ്തോണം. സോ RV ഈക്വൽസ് 1 lakh. ഇതെപ്പോഴാണ് പേ ചെയ്യേണ്ടത്? RV എന്ന് പറഞ്ഞാൽ റീപെയ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് 10th year. ഓക്കെ, അപ്പോൾ RVയും കിട്ടി. ഇനി അടുത്ത ഏതാണ്? NP മീൻസ് നെറ്റ് പ്രൊസീഡ്സ്. അതായത് ഇത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഫേമിൻ്റെ കയ്യിലോട്ട് എത്ര രൂപയാണ് റിസീവ് ചെയ്തതെന്ന്, ഫൈനൽ റെസീപ്റ്റ് എത്രയാണെന്നാണ് NP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1 lakh റുപ്പീസ് വേർത്തുള്ള ഡിബെഞ്ചറാണ് നമ്മൾ ഇഷ്യൂ ചെയ്തതെങ്കിലും ബ്രോക്കേഴ്സ് കമ്മീഷൻ എല്ലാം കഴിച്ച് നമുക്ക് എത്ര കിട്ടിയുള്ളെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. 95,000 റുപ്പീസേ കിട്ടിയിട്ടുള്ളൂ. അതായത് നിങ്ങൾ ഇനി 5% കമ്മീഷനൊന്നും എടുക്കുകയൊന്നും വേണ്ട. കാരണം അവർ പറയുന്ന ആഫ്റ്റർ അലോവിങ് 5% കമ്മീഷൻ, അതായത് കമ്മീഷനൊക്കെ ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഫിഗറാണ് 95,000. സ്ട്രെയിറ്റ് അവേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ NP ഈക്വൽസ് 95,000 റുപ്പീസ്. ഇപ്പം NPയും കിട്ടി. ഇനി എന്തൊക്കെയാണ് വേണ്ട? N എന്ന് പറയുന്നത് 10 years. പിന്നീട് ടാക്സ് റേറ്റ് 50%, ദാറ്റ് ഇസ് ഈക്വൽ ടു 0.50. ഇനി നമ്മുടെ ഫോമുല അപ്ലൈ ചെയ്ത് കോസ്റ്റ് ഓഫ് ഡെറ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. നിങ്ങളത് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആൻസർ എത്രയായിരിക്കണം? 5.3% എന്നാണ് കിട്ടേണ്ടത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് നിങ്ങൾ സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 3യുടെ വർക്കിങ്ങും കൂടെ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3യിൽ പറയുന്നത് എ കമ്പനി ഇഷ്യൂസ് 10 lakh ഇഷ്യൂസ് റുപ്പീസ് 10 lakh ആണ്. റുപ്പീസ് 10 lakh 10% ഡിബെഞ്ചേഴ്സ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5%. ഇഷ്യൂ ചെയ്യുന്നത് അപ്പോൾ ഡിസ്കൗണ്ടിനാണ്, ഓർത്തോണം. പിന്നീട് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. ദി കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ ഇസ് അസ്യൂം ടു ബി റുപ്പീസ് 20,000. അപ്പോൾ കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയൊന്നും വേണ്ട. പറയുന്നുണ്ട് എത്രയാണ്? 20,000 റുപ്പീസാണ് കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് കോസ്റ്റ് ഓഫ് ഇഷ്യൂവിനെയാണ് കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദ ഡിബെഞ്ചേഴ്സ് ആർ റെഡീമബിൾ ആഫ്റ്റർ 10 years അറ്റ് എ പ്രീമിയം ഓഫ് 10%. അതായത് ഇത് റീപേ ചെയ്യുന്നത് 10 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഈ റേസ് ചെയ്ത എമൗണ്ട് റീപേ ചെയ്യും. സോ ദിസ് ഇസ് റെഡീമബിൾ ഡെറ്റ്. അപ്പോൾ റീപേ ചെയ്യുമ്പോൾ വേറൊരു കാര്യം പറയുന്നുണ്ട്. റീപേ ചെയ്യുന്നത് എങ്ങനെ റീപേ ചെയ്യേണ്ട? പ്രീമിയത്തിനായിരിക്കണം റീപേ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ റേസ് ചെയ്ത എമൗണ്ടിനെക്കാട്ടി ഒരു ഹയർ എമൗണ്ട് ആയിരിക്കും റീപേ ചെയ്യേണ്ടത്. കാരണം പ്രീമിയം അല്ല, പ്രീമിയം ആയതുകൊണ്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് വേണ്ടത്. നേരെ മറിച്ച് ഡിസ്കൗണ്ടിനാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ കുറച്ച് എമൗണ്ട് നമ്മൾ പേ ഓഫ് ചെയ്താൽ മതിയാവും. ഓക്കെ, സോ കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് ഡെറ്റ് അസ്യൂമിങ് 50% കോർപ്പറേറ്റ് ടാക്സ് റേറ്റ്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് എവിടെ നിന്ന് മനസ്സിലാക്കിയത്? റിഡീമബിൾ ഡെറ്റാണ്. റെഡീമബിൾ ഡെറ്റ് ദാറ്റ് മീൻസ് റീപേ ചെയ്യേണ്ട ഡെറ്റാണ്. സോ അതിൻ്റെ ഫോമുലയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. RV NP ഒക്കെ ചേർന്നുള്ള ഫോമുലയാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഓരോ വേരിയബിൾസിൻ്റെ വാല്യൂ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ I എന്ന് പറയുന്നത് എപ്പോഴും ഓർത്തിരിക്കേണ്ടത് പ്രിൻസിപ്പൽ എമൗണ്ടിന്, അതായത് പാർ വാല്യൂവിനാണ് എപ്പോഴും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പാർ വാല്യൂ എത്രയാണ്? 10 lakh റുപ്പീസ് അല്ലേ? അതിൻ്റെ എത്ര ശതമാനമാണ് ഇൻട്രസ്റ്റ് റേറ്റ്? മെൻഷൻ ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഇസ് 10%, 10%. സോ ദി ആനുവൽ ഇൻട്രസ്റ്റ് ഇസ് റുപ്പീസ് 1 lakh. ആനുവൽ ഇൻട്രസ്റ്റ് 1 lakh റുപ്പീസ് ആണ്. ഇനി അടുത്ത RV എന്ന് പറയുന്നത് നമ്മൾ 10 വർഷത്തിൻ്റെ അവസാനം റീപേ ചെയ്യേണ്ട എമൗണ്ടിനെയാണ് RV എന്ന് പറയുന്നത്, റെഡീമബിൾ വാല്യൂ. ഇപ്പോൾ എത്ര ലക്ഷം രൂപയുടെ ഡിബെഞ്ചറായിരുന്നു നമ്മൾ റേസ് ചെയ്ത്? 10 lakh റുപ്പീസ് പാർ വാല്യൂവിൻ്റെ ഡിബെഞ്ചറാണ് റേസ് ചെയ്യുന്നത്. പക്ഷേ റീപേ ചെയ്യുന്ന സമയത്ത് അവരെങ്ങനെ റീപേ ചെയ്യണമെന്നാണ് പറയുന്നത്? പ്രീമിയത്തിന് റീപേ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ പാർ വാല്യൂ എന്തായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം? പ്രീമിയം ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ള ഫിഗറാണ് നമ്മൾ റീപേ ചെയ്യേണ്ടത്. അപ്പോൾ പാർ വാല്യൂവും കൊടുക്കണം, അതായത് 10 lakh റുപ്പീസും കൊടുക്കണം. ഇത് കൂടാതെ എന്തും കൊടുക്കണം? പ്രീമിയം എത്രയാണ്? 10% പ്രീമിയം. എന്തിൻ്റെ 10%? നമ്മുടെ പാർ വാല്യൂൻ്റെ 10%. പാർ വാല്യൂ എന്ന് പറയുന്നത് 10 lakh. 10 lakhൻ്റെ 10%. അപ്പോൾ 10 lakh പ്ലസ് 1 lakh വരും പ്രീമിയം. അങ്ങനെ ടോട്ടൽ എത്ര രൂപ തിരികെ കൊടുക്കണം? 11 lakh റുപ്പീസാണ് റെഡീമബിൾ വാല്യൂ. RVയും കിട്ടി. ഇനി അടുത്ത NP.
എൻ പി എന്ന് പറഞ്ഞാൽ ഇത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫണ്ടിന് ആവശ്യം വന്നപ്പോഴല്ലേ ഇങ്ങനൊരു ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കമ്പനി റിസീവ് ചെയ്ത്, അതായത് ബിഗിനിങ്ങിൽ കമ്പനി റിസീവ് ചെയ്ത്, അത് ഫസ്റ്റ് ഇയറിൽ കമ്പനി റിസീവ് ചെയ്ത എമൗണ്ടാണ് എൻ പി. അപ്പോൾ എൻ പി എത്ര വരും? പാർ വാല്യൂ 10 lakh ആണ്. അതെങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. സോ ഫസ്റ്റ് യു നീഡ് ടു അഡ്ജസ്റ്റ് ദി ഡിസ്കൗണ്ട്. അത് 10 lakh മൈനസ് 5% ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അതിനുശേഷം എന്തും അഡ്ജസ്റ്റ് ചെയ്യണം? ഫ്ലോട്ടേഷൻ കോസ്റ്റും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഡിഡക്റ്റ് ചെയ്യുന്നുള്ള ഫൈനൽ ഫിഗർ ആയിരിക്കും എൻ പി. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ എത്ര രൂപ നെറ്റ് എമൗണ്ട് റിസീവ് ചെയ്തു, അതാണ് എൻ പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇൻ ദിസ് ക്വസ്റ്റ്യൻ, from par value you need to deduct 5% discount, then you have to adjust the flotation cost also. Okay, അപ്പോൾ നോക്കി ആദ്യം നമുക്ക് ഡിസ്കൗണ്ടിനെ അഡ്ജസ്റ്റ് ചെയ്യാം. 10 lakh മൈനസ് 10 lakhൻ്റെ 5% ഡിസ്കൗണ്ട്. 10 lakh മൈനസ് 50,000 ആണ് ഡിസ്കൗണ്ട്. അങ്ങനെ നമുക്ക് ഡിസ്കൗണ്ട് കഴിച്ച് എത്ര രൂപയെ കിട്ടത്തുള്ളൂ? 9,50,000 rupees കിട്ടൂ. ഇതും കിട്ടില്ല. കാരണം എന്താ? ഇനി നമ്മൾ എന്തും കൂടി ഇൻകർ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷനും കൂടി ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷനും അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. അത് 9,50,000 മൈനസ് കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ. കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ എത്രയാണ്? 9,50,000ൻ്റെ ഇവിടെ ശതമാനമല്ല പറയുന്നത്, സ്ട്രേറ്റ് വേ തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ എത്ര രൂപയാണെന്ന്? 20,000 rupees ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് കഴിച്ച് നമുക്ക് 9,50,000 ആയിരുന്നു കിട്ടേണ്ടത്. അതിൽ നിന്നും പിന്നീട് നമ്മൾ എന്തും കൂടെ ബെയർ ചെയ്യേണ്ടി വന്നു? കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷനായ 20,000 rupees കൂടെ ബെയർ ചെയ്യേണ്ടി വന്നു. അങ്ങനെ നമ്മുടെ കയ്യിൽ റിസീവ് ചെയ്ത എമൗണ്ട് എത്രയേ ഉള്ളൂ? ഫേമിന് റിസീവ് ചെയ്ത എമൗണ്ട് 9,30,000 rupees. അതിങ്ങനെ ഒരു ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തപ്പോൾ കമ്പനിക്ക് കിട്ടിയ എമൗണ്ടാണ് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത്, 9,30,000 rupees. അപ്പോൾ എൻ പിയും കിട്ടി. ഇനി എന്താ വേണ്ടത്? എൻ എന്ന് പറയുന്നത് 10 years ആണ് ഈ ക്വസ്റ്റ്യനിൽ. ടി എന്ന് പറയുന്നത് ടാക്സ് റേറ്റ്, അതിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് 50%, ദാറ്റ്സ് ഈക്വൽ ടു 0.50. ഇത്രയുണ്ട്. ഇനി നിങ്ങൾ ഈ ഫിഗേഴ്സ് ഫോമുലയിൽ അപ്ലൈ ചെയ്ത് കോസ്റ്റ് ഓഫ് ഡെറ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. കോസ്റ്റ് ഓഫ് ഡെറ്റിൻ്റെ ഫൈനൽ ആൻസർ 5.76% എന്ന് വരും. അപ്പോൾ ഇത്രയും കാര്യമേ ഉള്ളൂ. കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെറ്റിനും കോസ്റ്റ് ഓഫ് ഇറെഡീമബിൾ ഡെറ്റിൻ്റെ ഫോമുലയും കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെറ്റിൻ്റെ ഫോമുലയും ഡിഫറെൻ്റ് ആണ്. അത് സൂക്ഷിച്ചോണം. റെഡീമബിൾ ഡെറ്റ് എന്ന് പറയുമ്പം എന്തും കൂടെ വരും? റെഡീമബിൾ വാല്യൂവും വരും, പിന്നീട് നമ്പർ ഓഫ് ഇയേഴ്സും കൂടെ വെച്ചുള്ള ഫോമുലയാണ് യൂസ് ചെയ്യേണ്ടത്. മറന്നു പോകല്ലേ കേട്ടോ. അപ്പോൾ അത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെറ്റാണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതോ കോസ്റ്റ് ഓഫ് ഇറെഡീമബിൾ ഡെറ്റാണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഇപ്പോൾ റെഡീമബിളിൽ 2 കാര്യങ്ങളാണ് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് വരുന്നത്. എന്തൊക്കെയാണ്? ആർ വിയും വരും, എന്നും വരും. ഇറെഡീമബിളിലാണെങ്കിൽ ആർ വി ഇല്ല, കാരണം അത് റീപേ ചെയ്യണ്ടല്ലോ. സോ ദർ ഇസ് നോ ആർ വി. ദെൻ എന്നും ഇല്ല, കാരണം എന്ന് റീപേ ചെയ്യണമെന്നൊന്നും പറയുന്നില്ലല്ലോ. അപ്പം എന്നും വരില്ല. ഓക്കെ, അപ്പോൾ അത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ആദ്യം എക്സാമ്പിൾ പറഞ്ഞ ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിലോട്ട് ചെയ്യുക. അതിനുശേഷം ക്ലാസ് വർക്ക് എന്ന് പറഞ്ഞ് തന്ന 3 ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യുക. So that's all. Thank you.